Question illustration 4 B and N were partners. The partnership deed provides inter alia the following. Partnership deed പറയുന്ന കാര്യങ്ങൾ താഴെ പറയുന്നു. That the accounts be balanced on 31st December each year. അതായത് എല്ലാ കൊല്ലം ബാലൻസ് ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യും 31st ഡിസംബറിന് ബാലൻസ് ചെയ്യും. രണ്ടാമത് that the profits be divided as follows. B 1/2 and 1/3 and carry to reserve 1/6. ഒന്നുമില്ല മക്കളെ, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ പകുതി 1/2 എന്ന് പറയുന്നത് 1/2 എന്ന് പറയുന്നത് 1/2 1/2 എന്ന് പറയുന്നത് ബിക്ക് ഷെയർ, 1/3 എന്ന് പറയുന്നത് എൻ ഷെയർ ചെയ്യും. ബാക്കിയുള്ള പ്രോഫിറ്റ് എന്ത് ചെയ്യും 1/6 അത് എന്ത് ചെയ്യും റിസർവിലേക്ക് മാറ്റും. അതൊന്നും നമ്മൾ ഇവിടെ നോക്കൊന്നും വേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം റിസർവ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളോട് പറയുന്നില്ല. നിങ്ങൾക്കറിയില്ല റിസർവ് ക്രിയേറ്റ് ചെയ്ത് പ്രോഫിറ്റ് മാറ്റി വെക്കല. അന്ന് റിസർവ് പ്രോഫിറ്റ് മാറ്റി വെക്കുമ്പോൾ എന്താ ചെയ്യണം, റിപ്പീറ്റ് ചെയ്യാനല്ലേ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ടു ജനറൽ റിസർവ്. ഇവരെ പാർട്ട്ണർഷിപ്പ് ഡീൽ പറയുന്നത് നിങ്ങൾ പ്രോഫിറ്റ് ഷെയർ ചെയ്യേണ്ട ബി 1/2 and 1/3 and carry to reserve account പറയുന്നത് 1/6. ആ റിസർവ് നമുക്ക് ഇവിടെ വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയാൽ അത് തൽക്കാലം ഇവിടെ മാറ്റി വെച്ചാൽ മതി. ഓക്കെ, പിന്നെ അടുത്ത എന്താന്ന് വെച്ചാൽ ഓക്കെ that in the event of death of a partner his executor will be entitled to the following. അതായത് ഒരു പാർട്ണർ മരണപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യും റൈറ്റ് ഉണ്ടെന്നാ പറയുന്നത്. The capital to his credit at the date of death. അത് നമ്മളോട് അവർ പറയണമെന്ന് നിർബന്ധമില്ല. പിന്നെ ക്യാപിറ്റൽ ബാലൻസ് പാർട്ട്നേഴ്സിലാണ്, പിന്നെ വേറെ ആർക്കുള്ളതാ. രണ്ടാമത് ഹിസ് പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ടു ഡേറ്റ് ഓഫ് ഡെത്ത് ബേസ്ഡ് ഓൺ ദി ആവറേജ് പ്രോഫിറ്റ്സ് ഓഫ് ദി ലാസ്റ്റ് 3 കംപ്ലീറ്റഡ് ഇയേഴ്സ്. ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് ഹിസ് പ്രൊപ്പോർഷൻ ഓഫ് പ്രോഫിറ്റ് ടു ഡേറ്റ്, അതായത് അയാൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് ഏത് ഡേറ്റ് ടു ദി ഡേറ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നുണ്ട് ബേസ്ഡ് ഓൺ ദി ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി ലാസ്റ്റ് 3 കംപ്ലീറ്റഡ് ഇയേഴ്സ്. His share of goodwill based on 3 years purchase of the average profits for the last 3 preceding completed years. എന്നിട്ട് നമുക്കൊരു ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, വെയിറ്റ് ചെയ്യാം മക്കളെ. ഓക്കെ, അവിടെ ട്രയൽ ബാലൻസ് ഒരു ഹെഡിങ് വേണം. ട്രയൽ ബാലൻസ് എന്നൊരു ഹെഡിങ് ഇല്ല. ട്രയൽ ബാലൻസ് ബീസ് ക്യാപിറ്റൽ എൻസ് ക്യാപിറ്റൽ റിസർവ് തന്നിട്ടുണ്ട്. റിസർവ് എന്താ ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാം, ഡിസ്ട്രിബ്യൂട്ട് ടു പാർട്ട്നേഴ്സ്. ഓക്കെ, പറഞ്ഞു ചെയ്യട്ടെ. റിസർവ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ വെറുതെ നമുക്ക് ഫേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് എഗ്രിമെന്റ്. അത് എഗ്രിമെന്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ മാത്രം നോക്കിയാൽ മതി. 1/2 1/3 അത് നമുക്ക് എന്ത് ചെയ്യാം ഡിനോമിനേറ്റർ സെയിം ആക്കാം. ഓക്കെ, എന്നിട്ട് നമ്മളോട് ബിൽസ് റിസീവബിൾ, ഇൻവെസ്റ്റ്മെന്റ്, ക്യാഷ്, ട്രേഡ് പേബിൾസ്, ടോട്ടൽ അതൊന്നും ആവശ്യമില്ല. ഓക്കെ, എന്നിട്ട് അടുത്ത പറയുന്നത് വെച്ചാൽ the profits for the 3 years were 2013 42,000, 2014 39,000, 2015 45,000. Okay, 3 കൊല്ലത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. and died on 1st May 2016. 1st May എന്ത് ചെയ്ത് n മരണപ്പെട്ടു. show the calculation of n's share of profit, share of goodwill, drop n's executors account as would appear in the firm's ledger, transferring the amount to the loan account. Okay, അതായത് എന്ത് ചെയ്യണം, എക്സിക്യൂട്ടേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. വേറൊന്നും പറയുന്നില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം മക്കളെ, ചില ക്വസ്റ്റ്യനിൽ ഓക്കെ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, എല്ലാ ക്യാപിറ്റൽ അക്കൗണ്ടിൽ എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യും. റിസർവ്, ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഗുഡ് വില്ല്, അങ്ങനത്തെ എല്ലാം ചെയ്തിട്ട് നമ്മൾ ബാലൻസ് എമൗണ്ട് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അത് ജനറലി ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ശ്രദ്ധിച്ചോ, നിങ്ങളോട് എക്സിക്യൂട്ടീവ് അക്കൗണ്ടാ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് ഫസ്റ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സർ അതെങ്ങനാ? ഒന്നുമില്ല, നിങ്ങൾ എന്താ ചെയ്യുക, അവിടെയാണ് എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്യേണ്ടത്. എക്സിക്യൂട്ടീവ്സ് അക്കൗണ്ടിലാണ് നിങ്ങൾ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്യേണ്ടത്. ഓക്കെ ആണോ മക്കളെ? നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 ഹോംവർക്ക് ആയിട്ട് ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് തന്നെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈസി ക്വസ്റ്റ്യൻ ആണ്, ഫുള്ളി ഡിസ്കസ്ഡ് ആണ്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണ് നിങ്ങൾ എല്ലാവരും എടുക്കേണ്ടത്. ഇതിൽ എന്ത് ഡൗട്ടാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല, കാരണം ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുക തന്നെ ചെയ്യില്ല. ഫസ്റ്റ് തന്നെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെച്ചാൽ ബാലൻസ് ഷീറ്റാ തന്നത്. ബാലൻസ് ഷീറ്റ് തന്നിട്ട് 31st ഡിസംബറിന്റെ ബാലൻസ് ഷീറ്റാ തരുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, ശ്രദ്ധിക്കും. ഫസ്റ്റ് ഐറ്റം ട്രേഡ് പേയബിൾസ്. ട്രേഡ് പേയബിൾസിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അത് ഔട്ടർ കോളത്തിൽ തന്നെ കാണിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഔട്ടർ കോളത്തിൽ, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ കോളത്തിൽ, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഇന്നർ കോളത്തിൽ. ഓക്കെ, പിന്നെ അടുത്ത എന്താന്ന് വെച്ചാൽ രണ്ടാമത്തെ ഐറ്റം എന്ന് പറയുന്നത് ജനറൽ റിസർവ് ആണ്. നമ്മൾ എന്ത് ചെയ്യണം, പാർട്ട്നേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ബൈ ജനറൽ റിസർവ് 2,500, 1,500, 1,000. ഓക്കെ,
അതും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ എന്ത് ചെയ്തു ബൈ ബാലൻസ് ബ്രോട്ട് വന്നിട്ട് 25,000 15,000 എന്നിട്ട് പോസ്റ്റ് ചെയ്യും. ലയബിലിറ്റി സൈഡ് കഴിഞ്ഞു. ഓക്കെ, അസറ്റ് സൈഡിൽ ഫസ്റ്റ് ഫിക്സഡ് അസറ്റിന് അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് നമ്മൾ ഇന്നർ കോളത്തിൽ പോസ്റ്റ് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഔട്ടർ കോളത്തിൽ. ബിൽസ് റിസീവബിൾ അഡ്ജസ്റ്റ്മെന്റ് ഉള്ളത് കൊണ്ട് ഇന്നർ കോളത്തിൽ. ഇൻവെന്ററീസ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തതുകൊണ്ട് ഔട്ടർ കോളത്തിൽ. ക്യാഷ് അറ്റ് ബാങ്ക് ഇന്നർ കോളത്തിലാണ് കാണിക്കുന്നത്, കാരണം ക്യാഷ് അറ്റ് ബാങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് വായിക്കാം. ഫോർ എക്സാമ്പിൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വാസ് 5:3:2. ഞാൻ എന്ത് ചെയ്ത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 5:3:2. ഓക്കെ, പിന്നെ പറയുന്നത് ഫസ്റ്റ് May 2017 പ്ലാന്റ് ഡൈഡ് എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന പാർട്ണർ മരണപ്പെട്ടു. ഇറ്റ് വാസ് agreed that goodwill should be valued at 3 years purchase of the average profit for last 4 years. goodwill എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ 3 years purchase എങ്ങനെയാണ് ആവറേജ് പ്രോഫിറ്റ് ഫോർ 4 years. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്ത് ചെയ്തിട്ടുണ്ട് ഗുഡ്വില്ല് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഗുഡ്വില്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് 37,500. നിങ്ങൾ അപ്പം തന്നെ എന്ത് ചെയ്യാം മരണപ്പെട്ട പാർട്ണറുടെ ഷെയറും കൂടി കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് എത്ര കിട്ടും 11,250. ഓക്കെ, എത്ര കിട്ടും 11,250. അതായത് നമ്മള് P&L ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് പ്രീവിയസ് ഇയറിന്റെ ബേസ് ചെയ്ത്. പ്രീവിയസ് ഇയർ 2016 വേണ്ടത്, 2016 തരാത്തതുകൊണ്ട് 2015 നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, 2015 പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 1,500. ഓക്കെ, 1,500. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ജേർണൽ എൻട്രി പോസ്റ്റ് ചെയ്യണം. അത് നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യണം? എന്താ ജേർണൽ എൻട്രി? P&L സസ്പെൻസ് അക്കൗണ്ട് അപ് ടു പീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അത് നമ്മൾ എന്ത് ചെയ്ത് പീസ് ക്യാപിറ്റൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്തു. ഇനി നമ്മൾ എവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്? P&L സസ്പെൻസ് അക്കൗണ്ട്. മക്കളെ, P&L സസ്പെൻസ് അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ട. ജസ്റ്റ് P&L സസ്പെൻസ് ഇപ്പൊ ഡെബിറ്റ് സൈഡിലല്ലേ ഉള്ളത്. ഡെബിറ്റ് സൈഡിലുള്ള ഒരു ഐറ്റത്തിന് ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഓട്ടോമാറ്റിക് അത് കാണിക്കേണ്ടത് ബാലൻസ് ഷീറ്റ് അസറ്റ് സൈഡാണ്. ഓക്കെ, അത് അസറ്റ് ആണെന്നല്ല ഞാൻ പറയുന്നത്, അസറ്റ് സൈഡ് കാണിക്കാനേ പറയുന്നുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്ത് P&L സസ്പെൻസ് ഏറ്റവും ലാസ്റ്റ് കാണിക്കേണ്ട ഐറ്റമാണ്. ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് 1,500. ഓക്കെ, 1,500. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളോട് പറയുന്നത് ഫിക്സഡ് അസറ്റ് വേർ ടു ബി ഡിപ്രീഷിയേറ്റഡ്. ഫിക്സഡ് അസറ്റ് വേർ ടു ബി ഡിപ്രീഷിയേറ്റഡ് എന്ന് പറഞ്ഞാൽ ജേർണൽ എൻട്രി റിവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ഫിക്സഡ് അസറ്റ് 4,000 rupees. അപ്പോൾ ഒരു മിനിറ്റ് 10% എന്ന് പറഞ്ഞാൽ 4,000 rupees തന്നെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യുക ഫിക്സഡ് അസറ്റിന് കുറക്കുക. നെറ്റ് എമൗണ്ട് 36,000. ഓക്കെ, നെക്സ്റ്റ് എന്താന്ന് വെച്ചാൽ അതേപോലെ ബിൽസ് റിസീവബിൾ ബിൽ ഫോർ 1,000 വാസ് ഫൗണ്ട് ടു ബി വർത്ത്ലെസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു ബില്ല് ആവശ്യമില്ല എന്ന് പറയുന്നത്. 1000 രൂപേന്റെ ബില്ല് ഇതിന് വർത്തില്ല, വാല്യൂ ഇല്ല എന്ന് പറയും. വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ അസറ്റ്. അതും നമ്മൾ എന്ത് ചെയ്യുക റിവാലുവേഷൻ അക്കൗണ്ട് അപ് ടു ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് 1,000 rupees കാണിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക ബിൽസ് റിസീവബിൾ 1,000 കുറക്കാം. നമുക്ക് നെറ്റ് ആൻസർ എത്ര കിട്ടും? 3,000 കിട്ടും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം അഡ്ജസ്റ്റ്മെന്റ് മൊത്തം വായിച്ചു. ദീസ് ആർ നോട്ട് ടു എഫക്ട് ഗുഡ്വിൽ. ഇതൊന്നും എന്ത് ചെയ്യുക ഗുഡ്വില്ലിനെ എഫക്ട് ചെയ്യില്ല. നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഈ ഗുഡ്വില്ലിനെ എഫക്ട് ചെയ്യുന്നില്ല. A sum of 7,750 to be paid immediately. പക്ഷെ മക്കൾ ഒരു മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡിസീസ്ഡ് പാർട്ണർ ഒരു കാലത്തും പേയ്മെന്റ് നടത്താൻ പറ്റില്ല. നിങ്ങൾ അതിന് മുന്നേ എന്ത് ചെയ്യുക ആ ട്രാൻസാക്ഷൻ പെൻഡിങ് വെക്കുക. നമുക്ക് അടുത്ത ലാസ്റ്റ് വായിക്കാം. S&F agree to share profits and loss in future in the ratio of 3:2. നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2 തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക ഗെയിനിങ് റേഷ്യോ കണ്ടുപിടിക്കുക. ഗെയിനിങ് റേഷ്യോ 1:2 കിട്ടും. ഓക്കെ, എസ് ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് 3,750. എഫ് ഷെയർ ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത് 7,500. എന്താ ജേർണൽ എൻട്രി? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഗെയിനിങ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നതും SF ആണ്. അവരെ ഡെബിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, സോറി, SF-ന്റെ ഡെബിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. അതേപോലെ എന്ത് ചെയ്യുക P-ന്റെ ക്രെഡിറ്റ് സൈഡ് പോസ്റ്റ് ചെയ്യുക. ആഫ്റ്റർ ഓൾ 11,250 ക്രെഡിറ്റ് ചെയ്തു. നിങ്ങൾ പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ എല്ലാ ട്രാൻസാക്ഷൻസും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു എമൗണ്ട് പേ ചെയ്യുന്നത് മാത്രമേ ട്വീറ്റ് ചെയ്യാൻ പെൻഡിങ് ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. നമുക്ക് ലോസ് കിട്ടും 5,000 rupees. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഓക്കെ, ലോസ് എന്ത് ചെയ്യുക നമ്മൾ ഡെബിറ്റ് സൈഡ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് പോസ്റ്റ് ചെയ്യുക. ഇത് ചെയ്തതിനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. F-ന്റെ 16,000, P-ന്റെ 15,000 plus 1,500 plus 1,500 plus 7,500 3,750 29,250 കിട്ടും. 27,500 കിട്ടും. അടുത്ത ആൾക്ക് 27,500 29,250 16,000. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്കിയുള്ള പാർട്ട്ണറിന്റെ ബാലൻസ് ചെയ്യുക. ഓക്കെ, ബാക്കിയുള്ള പാർട്ട്ണറിന്റെ എന്ത് ചെയ്യുക റിമൈനിങ് പാർട്ട്ണറിന്റെ ബാലൻസ് ചെയ്യുക.
ഇവർ രണ്ടാമത് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പം 27,500 മൈനസ് 2,500 മൈനസ് 3750 21,250. ഓക്കെ, അതേപോലെ 16,000 എന്ത് ചെയ്യാം, മൂന്നാമത്തെ പാർട്ണറിന് മൈനസ് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് എത്ര കിട്ടും? 7,500. നിങ്ങൾ അത് അപ്പം തന്നെ നിങ്ങൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിച്ചു. ക്യാപിറ്റൽ അക്കൗണ്ടിൽ SF 21,250 7,500. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിസീസ്ഡ് പാർട്ണറിന് പേയ്മെന്റ് ആണ്. ഡിസീസ്ഡ് പാർട്ണറിന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡയറക്റ്റ് ഒരു കാലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേയ്മെന്റ് നടത്താൻ പറ്റൂല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് അയാൾ എക്സിക്യൂട്ടീവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പേയ്മെന്റ് നടത്താം. ഓക്കെ, ടു പീസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട് എത്ര എമൗണ്ട്? 29,250 minus 1,500, that is equal to 27,750. ബാലൻസ് ഫിഗർ എല്ലാം ഞാൻ എന്ത് ചെയ്യും, ബ്രാക്കറ്റിലിടും, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, പീസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട്, പീസ് എക്സിക്യൂട്ടീവ് അക്കൗണ്ട് ബൈ പീസ് ക്യാപിറ്റൽ. ഓക്കെ, ബൈ പീസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 27,750. നമ്മളോട് എന്താ പറയുന്നത് വെച്ചാൽ ടു ക്യാഷ് 7,250 പേ ചെയ്യാം. എത്ര? 7,250. അത് പേ ചെയ്തോണ്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അറ്റ് ബാങ്കിൽ നിന്ന് കുറയ്ക്കും വേണം. യെസ്, ക്യാഷ് പെയ്ഡ് ടു പീസ് എക്സിക്യൂട്ടേഴ്സ്. ഓക്കെ, 7,750 അത് അവിടെ കുറക്കുക. കാരണം നമ്മൾ ഒരാൾക്ക് പേയ്മെന്റ് എടുത്ത് നമ്മുടെ ക്യാഷ് കുറയല്ല, ഒന്നും ഓൾറെഡി പറയേണ്ട ആവശ്യമില്ല. 2,250 ക്യാഷ് അറ്റ് ബാങ്കിന്റെ ബാലൻസ്. ഈ ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, ടു പീസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ. മക്കളെ, ടു പീസ് എക്സിക്യൂട്ടീവ് ലോൺ അക്കൗണ്ട് 20,000. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ സെന്റൻസ് ഞാൻ ഒന്നും കൂടി വായിച്ചാലോ. ഓക്കെ, വെയിറ്റ്. A sum of 7,750 was to be paid immediately. 7,750 ഇപ്പം തന്നെ പേ ചെയ്യണം. പേ ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് വാസ് ടു റിമെയിൻ ആസ് എ ലോൺ വിത്ത് ദ ഫേം അറ്റ് 9% per annum ആസ് ഇൻട്രസ്റ്റ്. അതായത് ബാക്കി നമ്മുടെ ലോൺ ആയിട്ട് ഉണ്ടാവണം. ലോൺ ആയിട്ട് എത്ര ഇൻട്രസ്റ്റ്? 9% ഇൻട്രസ്റ്റ്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻട്രസ്റ്റ് ഒന്നും പേ ചെയ്യേണ്ട. നമ്മൾ ഇപ്പാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിനാ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യം? നമ്മൾ ചിന്തിക്കാൻ വേണ്ടത്. നമ്മൾ ഇന്ന് നമ്മൾ ലോണിലേക്ക് എമൗണ്ട് മാറ്റിക്കാൻ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. 9 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 മാസം ഇപ്പം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലോൺ ഇൻട്രസ്റ്റ് പേ ചെയ്യണ്ടു. അതുകൊണ്ട് തന്നെ ഈ 20,000 എന്ത് ചെയ്യാം, പീസ് എക്സിക്യൂട്ടേഴ്സ് ലോൺ അക്കൗണ്ട് എത്ര എമൗണ്ട്? 20,000. ഞാൻ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് ടോട്ടൽ ചെയ്യുക. 40,000 പ്ലസ് 7,500 പ്ലസ് 21,250, that is equal to 68,750. ഇനി അസറ്റ് സൈഡ് നോക്കുമ്പോൾ 36,000 പ്ലസ് 10,000 പ്ലസ് 19,000 പ്ലസ് 1,500 പ്ലസ് 2,250, that is 68,750. നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയി. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് സസ്പെൻസ് ബാലൻസ് ഷീറ്റ് ട്രീറ്റ് ചെയ്യുന്നതും ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പീസ് എക്സിക്യൂട്ടീവ്സ് ലോൺ അക്കൗണ്ടിലും സിമ്പിൾ അല്ലേ, ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തല്ലേ. ജേർണൽ എൻട്രീസ് ആണ്. ഓക്കെ ആണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. Peter, Paul and Prince were partners sharing profits and losses in the ratio of 2:1:1. Okay, it was provided in the partnership deed that in the event of retirement or death of a partner, he or his legal representative would be paid. Okay, ആരെങ്കിലും മരണപ്പെട്ടെങ്കിൽ അവരെ റെപ്രസെന്റേറ്റീവ് പേ ചെയ്യും. മക്കളെ, ഈ ക്വസ്റ്റ്യന്റെ വലിപ്പം കണ്ടിട്ട് നിങ്ങൾ പഠിക്കരുത്. ഫസ്റ്റ് ഫുൾ എന്തെല്ലോ കഥ പറയുന്നതാണ്, അത് നമ്മൾ ശ്രദ്ധിക്കുക വേണം. ഇത് ബാലൻസ് ചെയ്ത ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്കറിയാം, അത് ഇഗ്നോർ ചെയ്ത്. അടുത്തത് his share of goodwill of the firm valued at 2 years purchase of normal average profit. Okay, after charging interest on fixed capital. നമ്മൾ ഓൾറെഡി ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്. For the last 3 years to 31st December preceding the retirement or death. Okay, നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. His share of profit from the beginning of the accounting year off to the date of retirement or death, which shall be taken on proportionate basis of profit of the previous year as increased by 25%. അതായത് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് 10,000 ആണെങ്കിൽ ഈ കൊല്ലത്തെ പ്രോഫിറ്റ് എടുക്കുന്നത് 10,000ന്റെ കൂടെ 25% കൂടുതൽ. ശരിയല്ലേ? ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ കൊല്ലം പെർഫോം ചെയ്യുന്നതിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഈ കൊല്ലത്തെ പെർഫോമൻസ്. അതുകൊണ്ട് തന്നെ 10% പ്ലസ് 25%. ഓക്കെ, എന്നിട്ട് അടുത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലായി എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, interest on fixed capital 10% per annum, though payable to the partners, will not be payable in the year of death or retirement.
ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ക്യാപിറ്റൽ സാധാരണ രീതിയിലുണ്ട്, പക്ഷെ റിട്ടയർമെന്റ് ഓഫ് ഡെത്തിന്റെ കൊല്ലങ്ങളിൽ ഉണ്ടാവില്ല എന്നാ പറയുന്നത് മനസ്സിലാകുന്നുണ്ട? അതായത് ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ക്യാപിറ്റലിന്റെ ജേർണൽ പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യണം, കുറയ്ക്കുകയും വേണം. പറയുന്നത് മനസ്സിലായി? ഏത് പ്രോഫിറ്റ്? അതായത് നോർമൽ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കണേ. ഇതിൽ ഒരു നമ്മൾ ക്വസ്റ്റ്യൻ പറയുന്നത് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റില്ല. All these assets are to be valued on the date of retirement or death, and the profit and loss be debited or credited to the capital account in the profit sharing ratio. അത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സാധാരണ. ഇപ്പം വായിച്ചത് വരെ കഥയാണ്, ആകെ ബി പോയിന്റും സി പോയിന്റും മാത്രം കുറച്ച് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ അത് കഥയാണ്, നമുക്ക് വലിയ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല. ഇനി Peter died on 30th September 2016. The books of accounts are closed on calendar year basis from 1st January to 31st December. Okay. Books of accounts close ചെയ്യുന്നത് calendar year endലാണ്. Okay. Peter died on 30th September 2016. അതായത് ഡിസംബർ കഴിഞ്ഞ് 9 മാസം കഴിഞ്ഞു. The balance in fixed capital accounts on 1st January 2016 were 10,000, 5,000, 5,000. എല്ലാവരെയും ക്യാപിറ്റൽ ബാലൻസ് തന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആരെ ക്യാപിറ്റൽ ബാലൻസ് ആണ് വേണ്ടത്? മരണപ്പെടുന്ന പാർട്ട്ണറാ വേണ്ടത് മെയിൻ ആയിട്ട്. പക്ഷെ എല്ലാവർക്കും തന്നെന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദ ബാലൻസ് ഇൻ ദ കറന്റ് അക്കൗണ്ട് ആസ് ഓൺ 1st January 2060 were Peter 20,000, Paul 10,000, Prince 7,000. Okay, full stop. Drawings of Peter till 30th September 2060 were 10,000. നമ്മൾ ഇത് സെയിം ചെയ്തതാണ്. The profits of the firm before charging interest on capital for the calendar year 2013, 14, 15 were 1 lakh, 1,20,000, 1,50,000 respectively. The profit included the following abnormal items of credit: profit on sale of asset, insurance claim received. മക്കളെ നിങ്ങൾക്ക് അറിയാം ഇതിൽ എന്ത് ചെയ്യണം? ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ abnormal items അല്ലെങ്കിൽ നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് ഇഗ്നോർ ചെയ്യണം അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം. ഇത് നമ്മൾ പഠിച്ചത് ഓൾറെഡി അഡ്മിഷനിൽ പഠിച്ചു. സെയിം സാധനങ്ങൾ നമ്മൾ ഇവിടെയും പഠിക്കും. ക്വസ്റ്റ്യന്റെ വണ്ണം കണ്ടിട്ട് നിങ്ങൾ പേടിക്കാൻ പറ്റില്ല. കൺസെപ്റ്റ് പഠിച്ചൊക്കെ ആ പേടി ഉണ്ടാവില്ല. ബാക്കി ഞാൻ പറയുന്ന അനുസരിച്ച് പഠിച്ച എല്ലാവരും ഇപ്പൊ ട്രാക്കിലാണ് എന്റെ വിശ്വാസം. ആ ഒരു പ്രശ്നം വന്ന് ഇന്നലെ ഞാൻ ഒരു ക്ലാസ് എടുത്തില്ല, ഇന്നലെ വൈകുന്നേരം ഒരു ക്ലാസ് എടുത്തില്ല. ആഫ്റ്റർ ഓൾ അതൊന്നും വലിയ പ്രശ്നമല്ല. ഞാൻ ഷോർട്ട് നോട്ട് തന്നിട്ടുണ്ട്, അത് നമ്മൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്ത കട്ട ഇത്രയേ ഉള്ളൂ. ഞാൻ അടുത്ത വായിക്കുന്നത് ശ്രദ്ധിച്ചോ. The firm has taken out a joint life policy for rupees 1 lakh. 1 lakh പോളിസിയുള്ള ഒരു ജോയിന്റ് ലൈഫ് പോളിസി എടുത്തിട്ടുണ്ട്. 1 lakh ആണ്. Besides, the partners have separately insured their lives for 50,000 each. സെപ്പറേറ്റ് ലൈഫ് പോളിസി ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് ജോയിന്റ് ലൈഫ് പോളിസി ഉണ്ട്. രണ്ടിന് ജോയിന്റ് എൻട്രി ആയിരുന്നെങ്കിൽ ഒരു ടെൻഷനും വേണം മക്കളെ. 50,000 ഈച്ച് ആണ് സെപ്പറേറ്റ് ലൈഫ് പോളിസിന്റെ amount. 50,000 each. ഓരോ പാർട്ട്നേഴ്സിനും 50,000. The premium in respect thereof being charged to the profit and loss accounts. The surrender value of the policies were 30,000 of the face value. Joint life policy surrender value അല്ലേ കിട്ടുക, നമുക്ക് ഫുൾ എമൗണ്ട് കിട്ടും 1 lakh rupees. എന്തുകൊണ്ടാ? ഒരു പാർട്ട്ണർ മരണപ്പെട്ട ബാക്കി എല്ലാ പാർട്ട്ണറിനും ആ എമൗണ്ട് കിട്ടി. അതിന്റെ ജേർണൽ എൻട്രി നിങ്ങൾക്ക് ഇപ്പൊ ബാലൻസ് ഷീറ്റ് തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ ഈ 1 lakh ആണ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു ജോയിന്റ് ലൈഫ് പോളിസി റിസീവ്ഡ്, ജോയിന്റ് ലൈഫ് പോളിസി റിസീവ്ഡ് അക്കൗണ്ട് അപ്റ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ. ഇനി സവറലി നമ്മൾ എന്താ ചെയ്യാം? അതായത് സെപ്പറേറ്റ് ലൈഫ് പോളിസി ആണെങ്കിൽ എന്താ ചെയ്യാം? സെപ്പറേറ്റ് ലൈഫ് പോളിസി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡെത്ത് പാർട്ട്ണറിന്റെ പോളിസി എമൗണ്ട് എടുക്കണം. അത്ര 50,000 രൂപ അവർക്ക് കിട്ടും. ബാക്കി എല്ലാത്തിനും 50,000-ന് 30%, എത്രയാ? 15,000. 15,000 into 2 എന്ന് പറയുമ്പോൾ 30,000. 30,000 plus 50,000 80,000 rupees. ഈ 80,000 റിലേറ്റഡ് ആയിട്ട് നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. പക്ഷെ 80,000-ല് പീറ്ററിന്റെ ഷെയർ മാത്രം പീറ്ററിന് കിട്ടും, ബാക്കിയുള്ള പാർട്ട്നേഴ്സിന്റെ ഷെയർ ബാക്കിയുള്ള പാർട്ട്നേഴ്സ്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് അതർ പാർട്ട്നേഴ്സ് സറണ്ടർ ചെയ്തിട്ടില്ല എന്നാണ് നമ്മൾ പഠിച്ചത്, ഞാൻ പഠിപ്പിച്ചത്. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ എല്ലാം ജേർണൽ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ജേർണൽ എൻട്രി ഒന്നുമില്ല. ബാങ്ക് അക്കൗണ്ട് അപ്റ്റഡ് ടു സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. സെപ്പറേറ്റ് ലൈഫ് പോളിസി ഓഫ് ഡിസീസ്ഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റഡ് ടു ഓൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മളിവിടെ എല്ലാ പാർട്ട്നേഴ്സിനും ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ചാൻസേ ഇല്ല, അതുകൊണ്ട് ആ പാർട്ട്ണർ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ ഷെയർ ചെയ്താൽ മതി. രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റഡ് ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. കാരണം സറണ്ടർ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. പിന്നെ okay, on 30th June 2006 the firm received a notice from the insurance company that the insurance premium in respect of fire policy had been uncharged to the extent of 6,000 in the year 2015. അതായത് 6,000 രൂപ ഫയർ ഇൻഷുറൻസ് പേ ചെയ്തിട്ടുണ്ട്. ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ സാധാ എക്സ്പെൻഡിച്ചർ ആണ്, അത് എന്ത് ചെയ്തിട്ടുണ്ട്? ഓക്കെ, ശ്രദ്ധിക്കുക. ആൻഡ് ദ ഫേം ഹാവ് ടു പേ ഇമ്മീഡിയറ്റ്ലി.
6000 രൂപ ഇൻഷുറൻസ് റിലേറ്റഡ് ആയിട്ട് ഒരു എമൗണ്ട് പേ ചെയ്യാൻ. 6000 രൂപ എന്ത് റിലേറ്റഡ്? ഫയർ ഇൻഷുറൻസ്. ഫയർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആണ്. പേ ചെയ്യാണ്ട് പേ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ജേർണൽ എൻട്രി എന്താ? റീവാലുവേഷൻ അക്കൗണ്ട് ടു LIC ഔട്ട്സ്റ്റാൻഡിംഗ്. സോറി, LIC അല്ല, ഫയർ ഇൻഷുറൻസ് ഔട്ട്സ്റ്റാൻഡിംഗ്. ഒരു എക്സ്പെൻഡിച്ചർ ഡ്യൂ ആയിട്ടുണ്ട് പക്ഷെ പേ ചെയ്തിട്ടില്ലെങ്കിൽ ജേർണൽ എൻട്രി എന്താ? അല്ലെങ്കിൽ അത് അവർ അൺറെക്കോർഡഡ് ലയബിലിറ്റി ആണ്, അല്ലെങ്കിൽ ഒരു ന്യൂ ലയബിലിറ്റി ആണ്. നമ്മൾ അതിനെന്ത് ചെയ്യും? ജേർണൽ എൻട്രി പാസ് ചെയ്യാം. ഓക്കെ, അതാണ് 6000 റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ. ദ റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ഇൻഡിക്കേറ്റ്സ് ആൻ അപ്വേർഡ് റിവാലുവേഷൻ, upward revision value of assets to the extent of 20,000. അതായത് 20,000 എന്ത് ചെയ്തിട്ടുണ്ട്? അസറ്റ് ഇൻക്രീസ് ഇൻ റിവാലുവേഷൻ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ബാലൻസ് ഷീറ്റ് ഒന്നുമില്ല, ജസ്റ്റ് റിവാലുവേഷൻ പ്രോഫിറ്റ് ആണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. ബൈ അസറ്റ്, സൺട്രി അസറ്റ്സ് 20,000. Prepare an account showing the amount due to Peter's legal representative as on 30th September 2016. Year ended alla prepare ചെയ്യുന്നു. 30th September 2016 prepare ചെയ്യുന്നു, along with necessary workings. ഒരു മൈന്യൂട്ട് പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാറില്ല. ഇവിടെ എക്സ്ട്രാ വന്നത് ആ ഒരു 6000 ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള പുതിയ ലയബിലിറ്റി. വേറൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പെൻഡിംഗ് ഇല്ല, എല്ലാം ഡിസ്കസ് ചെയ്യുക. മക്കളെ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുക, ഇപ്പൊ ടൈം തരാം, നിങ്ങൾ ചെയ്തോ. അതായത് നമ്മൾ ഫയർ ഇൻഷുറൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, 2015 എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, 2015 എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ 2015 നമ്മൾ എന്ത് ചെയ്യണം? അൺചാർജഡ് എന്ന് പറഞ്ഞാൽ ചാർജ് ചെയ്യാന്നുണ്ടാവും. ചാർജ് അഗേൻസ്റ്റ് പ്രോഫിറ്റ് അതുണ്ടാവും. ചാർജ് അഗേൻസ്റ്റ് പ്രോഫിറ്റും അപ്രോപ്രിയേഷൻ. ചാർജ് അഗേൻസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആ 2015 നമ്മൾ എന്ത് ചെയ്യണം? മക്കൾ ഒന്നും കൂടി പറയുന്നുണ്ട്, ശ്രദ്ധിച്ചോ. അതായത് ഫയർ ഇൻഷുറൻസ് പോളിസി എന്ന് പറയുമ്പോൾ 2015 നമ്മൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് എന്തായിട്ടുണ്ടാവും? കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് നിന്ന് കുറക്കണം. പറയുന്നത് മനസ്സിലാകുന്നില്ല? ഒരു ഐറ്റം നമ്മൾ ഒമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ. അത് മാത്രമല്ല നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ അങ്ങനെ തന്നെ ട്രീറ്റ് ചെയ്യണം. ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ട്രീറ്റ് ചെയ്യണം. അതായത് ഒന്നുമില്ല, ജസ്റ്റ് എക്സ്പെൻഡിച്ചർ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം. ഓക്കെ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഫയർ പോളിസിന്റെ കേസിൽ 6000 ഓൾറെഡി ട്രീറ്റ് ചെയ്തിട്ടില്ല എക്സ്പെൻഡിച്ചർ ആയിട്ട്. നമ്മൾ അത് ട്രീറ്റ് ചെയ്യണം. നമ്മൾ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പ്രോഫിറ്റിന് കുറച്ച് കാണിക്കണം. പ്രോഫിറ്റ് എന്ത് ചെയ്യണം? കുറച്ച് കാണിക്കണം ആ ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്ന സമയം. ഓക്കെ, ഇതെല്ലാം മെയിൻ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ഓരോ ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് പോസ്റ്റ് ചെയ്താൽ മതി. നിങ്ങൾ ജസ്റ്റ് വെറുതെ മഗപ്പ് ചെയ്ത് ചെയ്യുമ്പോൾ പ്രശ്നം. അതായത് ഒരു മെയിൻ ലെഡ്ജർ അക്കൗണ്ട്, പിന്നെ കുറെ വർക്കിംഗ് നോട്ട് പ്രിപ്പയർ ചെയ്യാനുള്ള സ്പേസും, അത്രേ വേണ്ടു. ആ വർക്കിംഗ് നോട്ടിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വായിക്കുന്നതിനനുസരിച്ച് ചെയ്തോളാം. നിങ്ങൾ എല്ലാവരും ഫസ്റ്റ് ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിച്ചാട്ടെ. ഈ ക്വസ്റ്റ്യൻ നമ്പർ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നമ്പർ 2 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ഒന്ന് നമ്മൾ ഈ ഫയർ പോളിസി എന്ന് പറഞ്ഞ മക്കളെ 2015 എന്ന് പറഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് നമ്മൾ അത് എന്ത് ചെയ്തില്ല? ട്രീറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്യണം? ഡിക്രീസ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പ്രോഫിറ്റ് ഡിക്രീസ് ആയിട്ട് കാണിക്കണം, അതായത് കുറച്ച് കാണിക്കണം. ഒന്ന്. രണ്ടാമത്തത്, അത് റീവാലുവേഷൻ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യണ്ട. ഓക്കെ, റീവാലുവേഷൻ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യണ്ട. അത് പ്രീവിയസ് ഇയർ എറർ ആണ്. ഓക്കെ, ജനറലി അത് ട്രീറ്റ് ചെയ്യണം. ഒരു മിനിറ്റ് നോക്കാം, അതൊന്ന് കൺഫേം ചെയ്യാം. അതായത് ഫയർ ഇൻഷുറൻസ് പോളിസി ഫസ്റ്റ് ഐറ്റം. ഓക്കെ, ഫയർ ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം അതൊരു ഐറ്റം ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രോഫിറ്റ് കൂടി പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ പ്രോഫിറ്റ് നിന്ന് കുറക്കണം. എന്തിന്? ഗുഡ് വില്ല് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. ഒന്ന്. അത് മാത്രമല്ല, അത് കാരണം നമ്മൾ എന്തായിട്ടുണ്ടാവും? നമ്മുടെ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് കൂടിയിട്ടുണ്ടാവും. ഓക്കെ, അത് ട്രീറ്റ് ചെയ്യാത്തതുകൊണ്ട് അതുകൊണ്ട് അത് എന്ത് ചെയ്യണം? റീവാലുവേഷനിൽ ട്രീറ്റ് ചെയ്യണം. എന്ത്? ഇൻക്രീസ് ഇൻ ലയബിലിറ്റി. എന്താ ജേർണൽ എൻട്രി? റീവാലുവേഷൻ അക്കൗണ്ട് ടു ഫയർ പോളിസി ഔട്ട്സ്റ്റാൻഡിംഗ്. മക്കൾ ഈ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് നിങ്ങൾ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്താട്ടെ. കാരണം ഞാൻ ഇത് വെറുതെ പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ചെയ്യുമ്പോൾ തെറ്റരുത്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുമില്ല, ജേർണൽ എൻട്രി ഞാൻ ഇപ്പൊ പാസ് ചെയ്തത്. എന്തുകൊണ്ട് കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് കുറക്കുന്ന വെച്ചാൽ ആ കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് അത്രത്തോളം കൂടിയിട്ടുണ്ടാവും. റീവാലുവേഷനിലും കാണിക്കണം, അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് കുറച്ചും കാണിക്കണം. റീവാലുവേഷൻ നമ്മൾ എങ്ങനെ കാണിക്കാം? റീവാലുവേഷൻ അക്കൗണ്ട് ടു ഫയർ പോളിസി ഔട്ട്സ്റ്റാൻഡിംഗ്. കാരണം നമ്മൾ ലയബിലിറ്റി ആണ്, പേ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചാർജ് ചെയ്തിട്ടില്ല. ഓക്കെ, അത് നമ്മൾ പറയുന്നത്. ബാലൻസ് ഷീറ്റ് ഒന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല, അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കേണ്ട ഒന്നുമില്ല. കഴിഞ്ഞ കൊല്ലത്തെ പ്രോഫിറ്റ് കൂടുതലായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. എത്രയാണോ കൊടുത്തത് അത് റിവേഴ്സ് ചെയ്യണം. ഓക്കെ, ഒന്ന്. രണ്ടാമത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സ്ഡ് ക്യാപിറ്റൽ 10% per annum though payable to the partners
will not be payable in the year of death or retirement. ഇത് എന്തിനാ ചെയ്തതെന്ന് വെച്ചാൽ, ഇതെന്തിനാ തന്നതെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കൊല്ലത്തെ പ്രോഫിറ്റിനും നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. കാരണം അത് ട്രീറ്റ് ചെയ്തിട്ടാന്ന് ഓൾറെഡി പറയുന്നുണ്ട്. ഓക്കെ, അത് ട്രീറ്റ് ചെയ്തിട്ടാന്ന് ഓൾറെഡി പറയുന്നുണ്ട്. നമുക്ക് പ്രോഫിറ്റ് തന്നപ്പോൾ പറയുന്നുണ്ട് എന്ത്, അത് ട്രീറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി എന്താന്ന് വെച്ചാൽ അതൊന്ന് പറഞ്ഞു. ഇയർ ഓഫ് ഡെത്തിൽ, ഓക്കെ, ഇയർ ഓഫ് ഡെത്തിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്, പാർട്ട്നേഴ്സിന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം നിർബന്ധമില്ല. കാരണം എന്താ, അവര് പറയുന്നുണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ശ്രദ്ധിക്കുക, പക്ഷെ നമ്മള് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ, ഓക്കെ, പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യണം. ഓക്കെ, പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ ജേർണൽ നമ്മൾ സാധാരണ പാസ് ചെയ്യില്ലേ, അത് കൊടുക്കണ്ടെന്നാ പറയുന്നത്. അല്ലാണ്ട് നമ്മളോട് എന്ത് പറയുന്നില്ല, റീവാലുവേഷൻ അക്കൗണ്ട് ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് നമ്മളോട് പറയുന്നില്ല. പറയുന്നത് നമ്മൾ മനസ്സിലാകുന്ന മക്കളെ. ഓക്കെ, ശ്രദ്ധിക്ക്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രോഫിറ്റ് ഗുഡ്വില്ലിന്റെ കാൽക്കുലേഷന് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ റെഡ്യൂസ് ചെയ്യാം. എന്തുകൊണ്ട് റെഡ്യൂസ് ചെയ്യാം, നമുക്ക് തന്ന പ്രോഫിറ്റ് ബിഫോർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആണ്, അതുകൊണ്ട് കുറച്ച് കാണിക്കണം. ഒന്ന്. രണ്ടാമത്, നമ്മൾ സാധാ ഡിസീസ് ഫണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കും. അത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ കൊടുക്കേണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്താ പറയുന്നത് വെച്ചാൽ, ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ക്യാപിറ്റൽ 10% per annum though payable to the partners will not be payable in the year of death or return. എന്ത് ചെയ്യൂല, റിട്ടയർമെന്റോ ഡെത്ത് ഇയർ കൊടുക്കൂല. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തെന്താ പറയുന്നത് വെച്ചാൽ, ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കണം. പക്ഷേ സാധാരണ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുമ്പോൾ കുറക്കേണ്ടത്, സാധാരണ നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കേണ്ടത് ഫുൾ എല്ലാ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിന്റെ മേലെയാണ്. എല്ലാ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ മേലെ നമ്മൾ എന്ത് കൊടുക്കുക, ഇൻട്രസ്റ്റ് കൊടുക്കാം. പക്ഷേ മരണപ്പെട്ട കൊല്ലം, പാർട്ട്ണർ മരണപ്പെട്ട കൊല്ലം എല്ലാവർക്കും നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കും? ഇല്ല. ഡിസീസ്ഡ് പാർട്ട്ണർ പോയി, അയാൾക്ക് എന്ത് ചെയ്യൂല, ഇൻട്രസ്റ്റ് കൊടുക്കൂല. ബാക്കിയുള്ള പാർട്ട്നേഴ്സിന് മാത്രം എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ബാക്കി റിമൈനിങ് പാർട്ട്നേഴ്സിന്റെ മേലെ എത്രയാണോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത് അതാണ് കുറക്കേണ്ടത്. ശ്രദ്ധിക്കണം. അതായത് ഗുഡ്വില്ല് കണ്ടുപിടിക്കുമ്പോൾ എല്ലാ പാർട്ട്നേഴ്സിനും, കാരണം കഴിഞ്ഞ കൊല്ലങ്ങളിൽ എല്ലാ പാർട്ട്നേഴ്സിനും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുത്തിട്ടുണ്ടാവില്ലേ, അതുകൊണ്ട് എല്ലാ പാർട്ട്നേഴ്സിനും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കാം. ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ ഈ കൊല്ലത്തെ ഷെയർ ഓഫ് പ്രോഫിറ്റ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഈ കൊല്ലം നമ്മൾ എന്ത് ചെയ്യൂല, ഡിസീസ്ഡ് പാർട്ട്ണർ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കൂല, ബാക്കി രണ്ടാക്കും കൊടുക്കും. അങ്ങനെയാണ് ആ സെന്റൻസിന്റെ മീനിങ്. ഓക്കെ, അതായത് ഇയർ ഓഫ് ഡെത്തിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഫുൾ ഇയറിലേക്ക് കൊടുക്കാനുള്ള പ്ലാൻ. എന്നാൽ ഫുൾ ഇയറിലേക്ക് കൊടുക്കാൻ പറ്റൂല, കാരണം ഈ പാർട്ട്ണർ മരണപ്പെട്ടു പോയി കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കി രണ്ട് പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ മാത്രം കൺസിഡർ ചെയ്തിട്ട് കുറച്ചാൽ മതി ആക്ച്വൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, ഓക്കെ, ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ 10,000, 6,000, 4,000 ആണെങ്കിൽ 10% ഇൻട്രസ്റ്റ് റേറ്റും ആണെങ്കിൽ, ഓക്കെ, ഗുഡ്വില്ല് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കേണ്ടത് 20,000 മേലെ 10%. 20,000 എങ്ങനെയാ, ഫുൾ ആഡ് ചെയ്തതിന് നിങ്ങൾക്ക് എന്ത് കിട്ടും, 20% കിട്ടും. 20,000 മേലെ 10% എന്ന് പറയുമ്പോൾ 2,000. ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കുറക്കേണ്ടത് 10,000 into 10%. അതായത് if A retires, okay, if A died നമ്മൾ എത്രയും ഓർക്കേണ്ടത് 1,000 rupees ആണ് ഇതിന്റെ എക്സ്പ്ലനേഷൻ. ഇതോടെ ഈ പ്രോബ്ലം മൊത്തം 100% കഴിയും. ഒരു മൈന്യൂട്ട് പോയിന്റ് വരെ ഒഴിവാക്കാണ്ട് കഴിയും. ഇതെല്ലാം നിങ്ങൾക്ക് ചെറിയ കോംപ്ലിക്കേഷൻസ് വരെ, അതുകൊണ്ടാണ് ഒന്നും കൂടി ഡിസ്കസ് ചെയ്തത്. ഇനിയും ഡിസ്കസ് ചെയ്യണമെങ്കിൽ പറഞ്ഞു.